Hello, welcome to Petsncrafts. This is Anju. ഇന്ത്യയിലുള്ള കുറേ ആർട്ട് ഫോംസ് ഉണ്ടല്ലോ. ഇന്ത്യയിൽ പെയിൻറ്റിങ് സ്റ്റൈൽസ് ഉണ്ട്, കുറേ ആർട്ട് ഫോംസ് ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ എല്ലാ സ്റ്റേറ്റിലെയും ഏതെങ്കിലും ഒരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് സ്റ്റൈൽ വെച്ചിട്ടുള്ള റൂം ഡെക്കോസോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഐറ്റംസോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പിച്ച്വൈ പെയിൻറ്റിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. അതൊരു വാൾ പ്ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിച്ച്വൈ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിങ് സ്റ്റൈലാണ്. ഒരു ടെമ്പിൾ പെയിൻറ്റിങ്, നമുക്കിവിടെ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ഉള്ള പോലത്തെ, കേരളത്തിലെ മ്യൂറൽ പെയിൻറ്റിംഗ് പോലെ ഉള്ളൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ഗുരുവിൻ്റെ കീഴിൽ ട്രെയിൻ ചെയ്തിട്ട് ചെയ്യണ പെയിൻറ്റിംഗ് ആണ്. ഞാൻ കുറേ സെൻറ്റേഴ്സൊക്കെ ഉണ്ട് അവിടെ. ഒരു 400 years എങ്കിലും ആയിട്ടുണ്ടാവും ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടെന്നാണ് പറയുന്നത്. മെയിൻലി അവരത് ക്ലോത്തിലൊക്കെയാണ് ചെയ്യുക. സോ നമ്മൾ ഇന്നത് ഒരു വാളിൽ ഒരു പ്ലേറ്റ്, നമ്മുടെ വാൾ പ്ലേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വാൾ പ്ലേറ്റ് ആയിട്ട് പിച്ച്വൈ പെയിൻറ്റിങ് ചെയ്തിട്ട് നമുക്ക് റൂം ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളത്. വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പിച്ച്വൈ പെയിൻറ്റിങ്. നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധനങ്ങൾ എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയൊരു പ്ലേറ്റാണ്. അതിൽ ഓൾറെഡി ഒരു ക്രാക്കൊക്കെ വീണിരുന്നു. അതിൽ നമ്മൾ ഇതേപോലത്തെ ഒരു സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യാണ്. അതിനുശേഷം ഈ പിക്ചർ നമുക്ക് ഇതിലേക്ക് വരയ്ക്കാം. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഈ പിക്ചർ ഷെയർ ചെയ്യാം. ഇനി ആക്രിലിക് പെയിൻറ്റ്സ് ആണ് ഞാനത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഔട്ട്ലൈൻ, ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ബ്രഷ് വെച്ചിട്ട് ഔട്ട്ലൈൻ, അത് തിൻ ഔട്ട്ലൈൻസ് ചെയ്യാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ CD മാർക്കേഴ്സോ പെർമനൻറ്റ് മാർക്കർ, ഏതെങ്കിലും ഫൈൻ ടിപ്പുള്ള മാർക്കർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഔട്ട്ലൈൻ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോട്ടസ് ആദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ പിച്ച്വൈ പെയിൻറ്റിങ്ങിൽ ലോട്ടസ് ഒരു റെഡ് എന്ന് ഒരു പിങ്ക്, അതൊന്നൊരു വൈറ്റ് ഷെയ്ഡായിട്ട് ഇങ്ങനെ വരുന്ന ലോട്ടസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ചെയ്യണത് താഴത്തെ ഭാഗത്താണ് റെഡ് ചെയ്യണത്. ഒറിജിനൽ പിച്ച്വൈ പെയിൻറ്റിങ്ങിൽ ലോട്ടസിന് എപ്പോഴും ഡാർക്ക് കളേഴ്സ് മുകളിൽ കൊടുത്തിട്ട് വൈറ്റ് ഷെയ്ഡ് താഴത്തേക്ക് വരിക ചെയ്യുക. പക്ഷേ ഞാൻ നമ്മുടെ പ്ലേറ്റിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കുറച്ചൊരു ഡാർക്ക് റെഡ് മാതിരി കൊടുക്കാമെന്ന് വിചാരിച്ച കാരണമാണ് നേരെ ഓപ്പോസിറ്റ് ചെയ്യണത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്ത പോലെ ഫസ്റ്റ് റെഡ് ബേസ് താഴ്ഭാഗത്ത്, ലോട്ടസിൻ്റെ താഴ്ഭാഗത്ത് റെഡ് പെയിൻറ്റ് കൊടുത്തതിന് ശേഷം മുകളിൽ പിങ്ക് കൊടുക്കുക, അതിൻ്റെ മുകളിൽ വൈറ്റ് കൊടുക്കുക. നമ്മൾ ഈ പ്ലേറ്റിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടല്ലേ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ലോട്ടസിന് വൈറ്റ് കൊടുക്കേണ്ട പോർഷൻസിൽ വൈറ്റ് കൊടുക്കാതിരിക്കരുത്. വൈറ്റ് കൊടുക്കുമ്പോൾ തന്നെയാണ് ഭംഗി കിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഷെയ്ഡ് ചെയ്ത പോലെ തന്നെ ഒരു എഫക്റ്റ് കിട്ടും. ഈ പിച്ച്വൈ പെയിൻറ്റിങ് ചെയ്യണ സമയത്ത് എപ്പോഴും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഫിഗർ അല്ലാതെ വരണ ബാക്ക്ഗ്രൗണ്ട് പോർഷൻസിൽ നല്ല ബ്രൈറ്റ് കളേഴ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് ശരിക്കും ക്ലോത്തിലൊക്കെ ചെയ്യണ ഒരു തരം പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ക്ലോത്തിൽ ചെയ്യണത് കാരണം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും. അപ്പോൾ ബ്രൈറ്റ് കളേഴ്സ് ആവുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഭംഗിയും. ലൈറ്റ് കളേഴ്സ് ചെയ്യുമ്പോൾ ഇതിനത്ര സ്യൂട്ട് ആവണില്ല. ഇതേപോലെ നമുക്ക് ഈ കൗവിൻ്റെ ബോഡി പോർഷൻസിൽ, ഈ ജ്വല്ലറി അല്ലാത്ത മറ്റ് പോർഷൻസിൽ വൈറ്റ് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പ്ലേറ്റ് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലേറ്റ് ആയ കാരണം തന്നെ ഏത് പെയിൻറ്റ് കൊടുക്കുമ്പോഴും അത് 2 കോട്ട് അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാ ഫൈബർ പ്ലേറ്റ്സ് അല്ലെങ്കിൽ മെലാമിൻ പ്ലേറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസ് കോട്ട് കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തതിന് ശേഷം പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ കോട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. നമുക്കിനി ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഈ താഴത്തെ ഫിഗറിൻ്റെ പോർഷൻ ഫില്ല് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് കളർ ഗ്രീനാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ലൈറ്റായിട്ട് ഫസ്റ്റ് കോട്ട് കൊടുത്തതിന് ശേഷം സെക്കൻഡ് കോട്ടാണ്
കുറച്ച് ഡാർക്കാക്കിയിട്ട് കൊടുക്കുന്നത്. അത് ഈ പിച്ച്വൈ പെയിൻറ്റിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ ലീവ്സിന് അവരിങ്ങനെ ലൈൻസ് ഷെയ്ഡ് മാതിരി തന്നെ ഇങ്ങനെ ലൈൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനും ചെയ്തിരിക്കുന്നത്. ലൈനുകൾ കൊടുത്തിട്ട് ഇനി ബ്ലാക്ക് ലൈൻ കൊടുത്തിട്ട് അവിടെ നിന്നും ഒരു ഷെയ്ഡുള്ള പോലെ കൊടുക്കുകയാണ്. ഈ ലീഫിൻ്റെ അകത്ത് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് തീരെ വെള്ളം ചേർക്കാതെ നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷിൽ എടുത്തിട്ട് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ല തിക്കായിട്ട് വേണം ഉണ്ടാവാൻ, കാരണം ബ്ലാക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളമാക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് തിക്കായിട്ട് കളർ കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് തീരെ വെള്ളം മിക്സ് ചെയ്യാതെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഈ ഉള്ളിലുള്ള പോർഷൻ കാണുന്ന ഏരിയയിൽ മാത്രം ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. താഴെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രീന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഡാർക്ക് ഗ്രീൻ കളർ വെച്ചിട്ടാണ് ഞാൻ ലൈൻസ് ഇട്ട് കൊടുക്കുന്നത്. ഈ ലീഫിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ അങ്ങനെ നിറയെ ലൈൻസ് കാണുന്ന മാതിരിയാണ്. ഇപ്പോൾ വീഡിയോയിൽ എത്ര ക്ലിയർ ആവും എന്നുള്ളത് അറിയില്ല, പക്ഷേ ഈ ലീഫിൽ ശരിക്കും ലൈൻസ് ഉള്ളൊരു ടെക്സ്ചറാണ് വേണ്ടത്. ജ്വല്ലറീസ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെവിക്രിലിൻ്റെ പേൾ പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ യെല്ലോ കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വൺസ് നമ്മൾ ഈ ഫിഗറിലെല്ലാതും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഞാനിവിടെ ഒരു ഓറഞ്ച് ഷെയ്ഡ്, ഇത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു നല്ല എന്താ പറയുക, ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 2 കോട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് കോട്ടിൽ നമുക്ക് എന്തായാലും ബ്രഷ് ലൈൻസ് കാണും. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്യണം. ഇതിപ്പോൾ ഫസ്റ്റ് കോട്ടാണ് കഴിഞ്ഞിട്ടുള്ളൂ, ഇനി സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യണം. ഞാൻ അതുപോലെ തന്നെ ഈ കൗവിൻ്റെ സൈഡിലേക്കൊക്കെ കുറച്ച് ഷെയ്ഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ച് വെച്ചിട്ട് തന്നെയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് കോട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്ക് വിസിബിളി ആ ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ടാവും, കാരണം അതിലിപ്പോൾ ഒരു ബ്രഷ് ലൈൻസും അത്ര എടുത്ത് കാണുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല ഷെയ്ഡൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഫൈനൽ ലുക്കിലാണ് അത് കൊടുത്തുള്ളൂ. ഒരു ജസ്റ്റ് ഒരു യെല്ലോ കളറ് സ്പഞ്ച് വെച്ച് ഡാബ് ചെയ്ത് ഒരു ഷെയ്ഡ് പോലെ കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം എപ്പോഴും നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ വാർണിഷ് വെച്ചിട്ട് ഒരു കോട്ട് വാർണിഷെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുത്തതൊന്ന് കവർ ചെയ്യണം. വാർണിഷ് കൊടുക്കുന്നത് ഒരു എന്താ പറയുക, ഷൈനിങ് എഫക്റ്റ് മാത്രമല്ല, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പെയിൻറ്റ് കുറേ കാലം നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ യെല്ലോ ഷെയ്ഡ് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ പിച്ച്വൈ പെയിൻറ്റിങ്ങിൻ്റെ വാൾ പ്ലേറ്റ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.